ഒരു ഇത്രയുള്ള പൈതലിനെ അടിച്ച് പണ്ടാറടിക്കിട്ട് നിങ്ങളോട് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ അന്വേഷണത്തിന് വന്നിട്ടുണ്ടാ 17 വയസ്സാണ് എനിക്ക് ആയിട്ടുള്ളൂ. 10-22 വയസ്സായ അവന്മാരാ വലിച്ചിട്ട് ഇടിച്ചത്. കഞ്ചാവും കള്ളും അവരുടെ വീടുകളിൽ ചെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. കഞ്ചാവും കള്ളും. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അവിടെ എത്തണോ? ഇവർക്ക് കൈക്കൂലി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കള്ള് കച്ചവടത്തിന്റെ പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കുന്നില്ലെന്നാരോപിച്ച് എടത്തല പോലീസ് സ്റ്റേഷന് മുന്നിൽ വീട്ടമ്മമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എടത്തല പുഷ്പനഗറിന് സമീപം വഴിയോരത്ത് നിൽക്കുകയായിരുന്ന 17 വയസ്സുകാരനായ ചുണങ്ങവേലി അൻസിഫിനെ കഴിഞ്ഞ ബുധനാഴ്ച അക്രമികളുടെ മർദ്ദനമേറ്റിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ അൻസിഫ് ചികിത്സ തേടുകയും എടത്തല പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റതിനെതിരെ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് പരാതി സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് അൻസിഫിൻ്റെ കുടുംബം ആരോപിക്കുന്നത്. പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചതോടെ അക്രമി സംഘം വെല്ലുവിളികളുമായി വീണ്ടും പലതവണ എത്തിയെന്നും വീട്ടുകാർ പറഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായി അൻസിഫിൻ്റെ ബന്ധുവായ മാഹിനെ ഇന്ന് അക്രമി സംഘം തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ചോര വാർന്നു കിടന്ന മാഹിനെ പ്രദേശവാസികൾ ചേർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എൻ്റെ ആങ്ങളാണ് മാഹിനാണ് എൻ്റെ ആങ്ങള. ഇത് കുറേ ആളുകൾ ഗുണ്ടകൾ ചേർന്നിട്ടാണ് ഇപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. ഓരോ നടപടി നമ്മൾ ഓരോ പിള്ളേർ അവിടെ തല്ലുമ്പോഴും ഓരോ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് ഇവിടെ വരുന്നില്ല. നമ്മൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ വ്യാഴാഴ്ച ഒരു കേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ തതൻ്റെ മോനെ തല്ലി ആ പിള്ളേർ തല്ലിയിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നമ്മൾ പരാതി കൊടുത്തിട്ട് അവിടെ അഡ്മിറ്റായി പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് 4 ദിവസത്തിനുള്ളിൽ, അതായത് 4 ദിവസമായി പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇൻറ്റിമേഷൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങളിവിടെ വന്ന് നോക്കിയിട്ടും ഇൻറ്റിമേഷൻ വന്നിട്ടില്ല. ഗുണ്ടകളാണ് ഇവർക്ക് ഒത്താശ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ്. ഇവർക്ക് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, കളമശ്ശേരി വിളിച്ച് ചോദിച്ചിട്ട് അവർ പറയുന്നത് പിറ്റേ ദിവസം, അതായത് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഇൻറ്റിമേഷൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ബുക്കിൽ ഇവരെ ഇൻറ്റിമേഷൻ ഇല്ല. അൻസിഫ് എസ് എന്ന് പറഞ്ഞ ഇൻറ്റിമേഷൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോനെ തലേന്ന് അവിടെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എല്ലാം ഇതും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇൻറ്റിമേഷൻ പിറ്റേ ദിവസം പോകുന്നത് എൻ്റെ ഇക്കാനെ ഇവിടെ നിന്ന് വിളിപ്പിച്ചിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ഒരു നീർപ്പോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ 4-5 ദിവസവും കൊണ്ടായി. ഇതിനെപ്പോൾ തുടർന്ന് ഒന്നും ഉണ്ടാവാനായിട്ടാണ് ഇപ്പം എൻ്റെ പുള്ളനെ ഇതാക്കിയത്. ഇവളുടെ കൊച്ചു ചോദിച്ചതിൻ്റെ പേരിലാണ്. ഇപ്പം ആ ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് എൻ്റെ ഈ കൂട്ടാളികളെല്ലാം കൂടെ കയറി ഇപ്പം ഈ തല്ലി ഇപ്പം മെഡിക്കൽ കോളേജ് രാജഗിരി ഹോസ്പിറ്റലിൽ തല പൊട്ടി ഇതായി കിടക്കണം. ഇവിടെ എസ്പിനെ ചീത്ത വിളിക്കുന്നവരെ ആ പുള്ള റെക്കോർഡ് ചെയ്തിട്ട് ഇവിടുത്തെ അത് തന്നെ ആ മേഡം തന്നെ ഡിലേറ്റ് ആക്കി കളയിപ്പിച്ച്. ഇവിടെ പിന്നെ അവർക്ക് ഞങ്ങൾക്ക് കിടന്ന് പുറക്കണ്ടേ? ഈ മാതിരി കൊച്ചുങ്ങളെ വീട്ടിൽ കയറി ഈ മാതിരി ചെയ്യാനാണെങ്കിൽ പിന്നെ എങ്ങനെ നീതി കിട്ടണത്? ഇവന്മാർ മാത്രം ജീവിച്ചാൽ മതി അവിടെ. അപ്പൊ പിന്നെ എടത്തല പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ. അക്രമി സംഘം സമാധാനപരമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും വീണ്ടും വെല്ലുവിളിയും ഭീഷണിയും നടത്തുകയാണെന്നും പോലീസ് നീതിയുക്തമായ നടപടി സ്വീകരിക്കാതെ അക്രമികളുമായി ചേർന്ന് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്നും ആരോപിച്ചാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് എടത്തല പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. തുടർന്ന് പോലീസ് നടപടിയെടുക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷന് മുന്നിലുള്ള കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുകയാണെന്നും വീട്ടമ്മമാർ പറഞ്ഞു. അക്രമി സംഘത്തിൽ നിന്നും ഭീഷണി തുടരുകയാണെന്നും സമാധാനപരമായി ജീവിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആലുവ.